വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോടാ? 2 കൊല്ലം മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നായിരുന്നു? ബോട്ടോക്സ് ചെയ്തു. ബോട്ടോക്സ് ചെയ്തിട്ട് എന്തായി? മുടി വളർന്നോ? ഉള്ള മുടി കൂടെ അല്ലേ? കുഴിച്ചിട്ടുണ്ടോടാ? നന്നായിട്ടുണ്ട്. ഈ ഇവിടുത്തെ ഫുള്ള് ഈ 1 മാസം കൊണ്ട് എൻ്റെ ഇത്രയും ആയത്. ഏതാടാ? ഇവിടെ ഓ, അവിടെ സ്കാൽപ്പ് തെളിഞ്ഞു അല്ലേ? അച്ചോടാ, ഇത്ര കൃത്യം 1 മാസമായിട്ടുള്ളൂ ഇങ്ങനെ ഈ ഒരു അവസ്ഥ ആണല്ലേ? ബോട്ടോക്സ് ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി? 2 കൊല്ലമായി അല്ലേ? മുടി നന്നായിട്ട് കൊഴിയും. ഇപ്പോഴും നല്ലപോലെ കൊഴിഞ്ഞോണ്ടിരിക്കും അല്ലേ? മുടി ഒട്ടരുത് അല്ലേ? ചെയ്ത് കഴിയുമ്പം ഒട്ടിക്കിടക്കണ ലുക്ക് വേണ്ട. പിന്നെ കുറച്ച് എന്താ പറഞ്ഞാൽ പശു നക്കിയ പോലെ ഒട്ടിക്കിടക്കരുത്, അങ്ങനെ ഇരിക്കരുത്. അത്യാവശ്യം നമുക്ക് നാച്ചുറലി ഒരു ഫീലിന് ഇച്ചിരി ഒരു എല്ലാം വരും. എത്തിയാണോ? ഇരിക്കും കേട്ടോ. 2 പേരുണ്ടായിരുന്നു. ഓക്കെ, 1 മിനിറ്റാണ്, ഞാൻ മേളത്ത് നോക്കട്ടെ കേട്ടോ. അപ്പം ചിരിക്കും കേട്ടോ. അത് എൻ്റെ ഒരു റിപ്പയറിൻ്റെ ആളാണ് കേട്ടോ. ഇപ്പം വന്നേക്കണത് ഞാൻ വന്നേക്കണതാ. ചോദിച്ചു നോക്കിയാൽ അറിയാം. വന്നപ്പോൾ ഉള്ള അവസ്ഥ ഇപ്പോൾ ഉള്ള അവസ്ഥയും ചോദിച്ചാൽ മതി. ഇപ്പോൾ ഒരു വർഷത്തിന് മേളിൽ അയാൾ ചെയ്തിട്ട്. എല്ലാവർക്കും ഒരു സംശയം ഇതെന്താ അല്ലേ? അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്താ ചെയ്യുന്നത്. ഇല്ല, അതെ, അത് നിസ്സാര സിമ്പിളാണ്. തീർച്ചയായിട്ടും സംഭവം സിമ്പിളാണോ? ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത്രയേ ഉള്ളോ എന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ. അതിനകത്ത് വലിയ ഭയങ്കര കെമിക്കലോ കാര്യങ്ങളോ അങ്ങനെ നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള യാതൊന്നും തന്നെ ചെയ്യണില്ല. ഫ്രിസിയാണ്, ഭയങ്കര ഫ്രിസിയല്ലേ ഹെയർ. ഓക്കെ, ഡാമേജസും ഉണ്ട് നന്നായിട്ട് അല്ലേ? ഇവിടെ സ്കാൽപ്പ് നന്നായിട്ട് മുടി പോയിട്ടുണ്ടല്ലേ? നല്ല ഹെയർ ഫോളോ. അത് ഞാൻ ഇവിടെ അല്ല, ഞാൻ യുകെയില. അപ്പം 1 മാസമായപ്പോൾ ഞാൻ നാട്ടിൽ വന്നിട്ട് ഈ 1 മാസം എത്ര ഹെയർ ഫോളോ ഉണ്ട്. അപ്പം ഞാൻ മൊത്തമായിട്ട് തിരിച്ചു പോകുമ്പോൾ മൊട്ടയാവരുത്. ഓക്കെ, ശരി. നമുക്കൊന്ന് റീഗ്രോത്ത് ചെയ്ത് നോക്കാം. മുടിയുടെ കൊഴിച്ചിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. കൊഴിച്ചിലാണല്ലോ നമുക്കിപ്പോൾ മെയിനായിട്ടും. ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് മുടി ചെയ്തിട്ട്? എങ്ങനെയുണ്ട്? നമ്മുടെ കൊഴിച്ചിലായിരുന്നല്ലേ മെയിനായിട്ടും. ഇപ്പം എങ്ങനെയുണ്ട് കൊഴിച്ചിൽ? ഇന്നിപ്പം ഇങ്ങനെ എടുത്തിട്ടൊന്നും വരുന്നില്ല. സാധാരണ യൂഷ്വലി ഒരു പഞ്ചസാരത്തെ കയ്യിൽ കിട്ടുന്നതാണ്. ബാക്കി നോക്കാം. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ 3 പേര് ഇവിടെ ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തല്ലേ? അപ്പം 3 പേര് ചെയ്തപ്പോഴും നിങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് ഡൗട്ടായിരുന്നു ഇതെന്താണ് ട്രീറ്റ്മെൻറ്റ് അല്ലേ? ഭയങ്കര ഡൗട്ടായിരുന്നു. ഇതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയത്? ഇതിനെക്കുറിച്ച് ഉണ്ട്. ചെയ്തിട്ട് അതിനെക്കുറിച്ച് എന്തൊരു അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? എന്ത് തോന്നിയേക്കണേ? ഇതിന്റെ ബാക്കി വീഡിയോസിനായി കാത്തിരിക്കൂ. ഫോളോ മീ.